എല്ലാവരെയും പുതിയൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇസ്രയേലിൽ നെതന്യാഹു സർക്കാരിനെ പിരിച്ചുവിട്ട് പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെതന്യാഹു സഖ്യത്തിലെ പ്രധാന കക്ഷിയായ ഹരേതി വിഭാഗം തന്നെ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെ മറികടക്കാൻ ഇറാനെ വീണ്ടും ആക്രമിക്കാനും ഇസ്രായേലിനെ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടാനും നെതന്യാഹു തയ്യാറെടുക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനായി നെതന്യാഹു തന്റെ മന്ത്രിസഭാംഗങ്ങളായ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ, പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, ധനമന്ത്രി ബെസലേൽ സ്ട്രോവിച്ച്, ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗീർ തുടങ്ങിയവരുമായി ചർച്ചകൾ നടത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇവരെല്ലാം നെതന്യാഹുവിനൊപ്പം നിൽക്കുന്ന അതിഭീകരന്മാരായ മന്ത്രിമാരാണ്. ഇവർക്ക് ഇസ്രായേലിനെ നശിപ്പിക്കണം എന്ന ആഗ്രഹമുള്ളവരാണ്. അതുകൊണ്ട് മാത്രം യുദ്ധം തുടരണം എന്ന് നിരന്തരം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവർ. അതുകൊണ്ടാണ് ഇവന്മാരുമായിട്ട് നെതന്യാഹു ചർച്ചകൾ നടത്താൻ കാരണം. അതേസമയം ഇറാനെ വീണ്ടും ആക്രമിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ട്രംപ്, വാൻസ്, വിറ്റ്കോഫ്, CIA മേധാവി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയതായും റിപ്പോർട്ടുകൾ വരുമ്പോൾ അടുത്ത ദിവസം തന്നെ വീണ്ടും മിഡിൽ ഈസ്റ്റ് ഒരു യുദ്ധക്കളമാകാൻ പോവുകയാണ് എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. എന്നാൽ ഇറാനെ വീണ്ടും ആക്രമിച്ച് ഒരു വിജയം നേടാമെന്ന് നെതന്യാഹുവോ ട്രംപോ വിശ്വസിക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ മറ്റൊരു വശം. പിന്നെ എന്തിനാണ് വീണ്ടും ഇവന്മാർ യുദ്ധത്തിന് ഇറങ്ങുന്നത് എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ രണ്ട് ഭീകരരും കൂടി ഇറാനിൽ ഒരു ന്യൂക്ലിയർ ബോംബാക്രമണം നടത്താനാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് സൂചന. ഇറാൻ ഒരു തരത്തിലും ട്രംപിന് വഴങ്ങാതിരിക്കുകയും മിഡിൽ ഈസ്റ്റിൽ നിന്ന് അമേരിക്കയെ മുഴുവനായും പറിച്ചെടുത്ത് കളയുന്നത് വരെ യുദ്ധത്തിന് തയ്യാറാണ് എന്ന ഇറാന്റെ വെല്ലുവിളി അമേരിക്കയെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളിവിടുകയും അവരുടെ ലോക മേൽക്കോയ്മയുടെ തകർച്ചയ്ക്കും ഒപ്പം ഇസ്രായേലിന്റെ നിലനിൽപ്പും അവതാളത്തിലാവുന്ന അവസ്ഥയിൽ ഇനി ഒരു അന്തിമ യുദ്ധം നടത്തി ഇറാനെ ഏത് നീച പ്രവൃത്തിയിലൂടെയും തകർക്കുക എന്ന ലക്ഷ്യമാണ് ട്രംപും നെതന്യാഹുവും ഉൾപ്പെടുന്ന ഈ ഭീകര സംഘത്തിന്റെ അവസാന ലക്ഷ്യം. അതിന്റെ ഭാഗമായി ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇറാനെതിരെ ആണവായുധം പ്രയോഗിക്കാൻ മാത്രമേ സാധ്യതയുള്ളൂ എന്ന് നെതന്യാഹു പത്രക്കാർക്ക് മുന്നിൽ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാൻ ഒരു കരാറിൽ ഒപ്പിടാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നതായി ട്രംപ് പറയുമ്പോൾ അതിനർത്ഥം ഞങ്ങളെ ഈ ഊരാക്കൊടുക്കിൽ നിന്നും ഒന്ന് രക്ഷപ്പെടുത്തൂ, യുദ്ധത്തിൽ നിന്നും ഞങ്ങൾക്ക് മാന്യമായി പുറത്തു പോകാൻ ഒരു വഴി ഉണ്ടാക്കി തരൂ എന്ന ഒരു അപേക്ഷ തന്നെയാണ്. ഇത് ഇറാൻ തള്ളിക്കളയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന നിരാശ മൂലമാണ് ട്രംപ് ഒരു ആണവ യുദ്ധ സാധ്യത തേടുന്നത് എന്ന് മനസ്സിലാക്കണം. ട്രംപിന്റെ ഭീഷണിയും അവർ ആണവ പ്രയോഗം ഇറാനിൽ നടത്താൻ വരെ മടിക്കാത്ത ഭീകരരാണ് എന്ന ബോധ്യം ഇറാനുണ്ടെന്ന് അവരുടെ മറുപടിയിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അവർ പറയുന്നത് ട്രംപിന്റെ ഭീഷണി യഥാർത്ഥമാണെങ്കിൽ ഇറാൻ വീണ്ടും ആക്രമിക്കപ്പെടുകയാണെങ്കിൽ തൻ്റെ രാജ്യത്തിൻ്റെ സാമ്പത്തികവും സൈനികവുമായ തകർച്ചയുടെ അതിഭീകരമായ സാഹചര്യങ്ങളെ ട്രംപ് അഭിമുഖീകരിക്കേണ്ടി വരും എന്നാണ്. ഈ മുന്നറിയിപ്പ് നൽകുന്നത് ഇറാന്റെ സൈനിക വക്താവായ അബുൽ ഫാസിൽ ഷെക്കാർച്ചിയാണ്. അതിലൂടെ തന്നെ ഇറാൻ സൈനികമായി ഒരു യുദ്ധത്തിന് എത്രയധികം തയ്യാറെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അവർക്ക് വ്യക്തമായിട്ടറിയാം ഈ രണ്ട് ഭീകരന്മാരും കൂടി ഏതെങ്കിലും രീതിയിൽ ഇറാനെ വീണ്ടും ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അഥവാ ഇനി ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആണവായുധം ഉപയോഗിച്ചാകും അവരുടെ ആക്രമണം ഉണ്ടാവുക എന്നൊക്കെ കൃത്യമായ ബോധം ഇറാനിലുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളും അവർ നടത്തിയിട്ടുണ്ട് എന്നാണ് അറിവ്. തന്നെയുമല്ല, അവർ പറയുന്നത് ഇറാനിയൻ എണ്ണ കമ്പനികൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ അമേരിക്കയും ലോകവും ഈ മേഖലയിൽ നിന്ന് ദീർഘകാലത്തേക്ക് എണ്ണ കൊണ്ടുപോകുന്നത് തടയുന്ന നടപടികൾ ഇറാൻ സ്വീകരിക്കും എന്നാണ്. അതായത് ഹോർമുസ് പൂർണ്ണമായും അടച്ചുകൊണ്ട് അതിലെ വരുന്ന ഏതൊരു കപ്പലും ആക്രമിച്ച് ഈ കടലിൽ താഴ്ത്തും എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയും ആരോടും ഉണ്ടാവില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. യുദ്ധത്തെ വഴിതിരിച്ച് ഇറാനെ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിച്ച് മറ്റൊരു ഹിരോഷിമയാക്കാൻ ട്രംപും നെതന്യാഹുവും പ്ലാൻ ചെയ്യുമ്പോൾ അത് ഇസ്രായേലിന്റെ ഒടുക്കത്തെ പ്ലാനായി തന്നെ വിലയിരുത്താനേ കഴിയും. ഇറാന്റെ ശക്തിയെക്കുറിച്ച് ഇപ്പോഴും ട്രംപിനോ നെതന്യാഹുവിനോ യാതൊരു ഊഹവുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിനകം തന്നെ ഇറാന്റെ ഭൂഗർഭ അറകളിൽ 1-2 ന്യൂക്ലിയർ മിസൈലുകൾ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും എന്നാണ് പല മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ബോംബിന് പോലും താങ്ങാൻ കഴിയാത്ത വിസ്തൃതി മാത്രമേ ഉള്ളൂ ഇസ്രായേലിന്. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ നിസ്സാരമായ ഒരു ന്യൂക്ലിയർ ആക്രമണത്തിലൂടെ ഈ ജൂത ജനതയുടെ 90% ഇല്ലാതാകും എന്നുള്ളതാണ് വാസ്തവം. ഇക്കാര്യങ്ങൾ പല മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ അല്ലെങ്കിൽ നെതന്യാഹു ഇറാനെ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിച്ച് ആക്രമിക്കാനുള്ള ഒരു മണ്ടത്തരം കാണിക്കില്ല എന്നാണ് പലരും വിശ്വസിക്കുന്നത്. ഈ തിരിച്ചറിവ് നെതന്യാഹുവിനും സംഘത്തിനും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ
ഇറാനിൽ ഒരു ന്യൂക്ലിയർ അറ്റാക്കിന് നെതന്യാഹുവിന് ധൈര്യമുണ്ടാവില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതേസമയം അബുദാബിയിലെ ബറാക്ക വൈദ്യുത ആണവ കേന്ദ്രത്തിന് നേരെ ഇന്നലെ നടന്ന ആക്രമണം ഇസ്രായേലിന് ഇറാൻ നൽകുന്ന സൂചനയായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ആണവ നിലയത്തിൻ്റെ പ്രധാന സുരക്ഷാ പരിധിക്ക് പുറത്തുള്ള ഒരു ഇലക്ട്രിക്കൽ ജനറേറ്ററിലാണ് ഡ്രോൺ പതിച്ചിട്ടുള്ളത്. ഇതിനെ തുടർന്ന് അവിടെ തീപിടുത്തമുണ്ടായെങ്കിലും ന്യൂക്ലിയർ ചോർച്ച ഉണ്ടാകുന്നതിലൂടെ വലിയ ആൾനാശത്തിൽ നിന്നാണ് എമിറേറ്റ്സ് രക്ഷപ്പെട്ടത് എന്ന് പറയേണ്ടതുണ്ട്. ഇറാഖിൽ നിന്നും വന്ന 3 ഡ്രോണുകളിൽ ഒന്നാണ് എമിറേറ്റ്സിൽ ആക്രമണം നടത്തിയത്. ഇത് ഇറാനോ അവരുടെ പ്രോക്സികളോ ചെയ്തതായിരിക്കാം എന്നാണ് എല്ലാവരും സംശയിക്കുന്നത്. ദക്ഷിണ കൊറിയയുടെ സഹായത്തോടെ UAE 2020 $20 ബില്യൺ ചെലവഴിച്ച് ഈ ആണവ നിലയം നിർമ്മിച്ചത് എന്ന് മനസ്സിലാക്കണം. UAEയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച ഈ ബറാക്ക ആണവ നിലയം അറബ് ലോകത്തെ തന്നെ ഏക ആണവ നിലയവുമാണ്. ഇതാണിപ്പോൾ ഇറാന്റെ ഭീഷണി നേരിടുന്നത് എന്ന് നമ്മൾ അറിയണം. UAEയുടെ ഈ ആണവ നിലയത്തിന് നേരെ ആക്രമണം നടത്തിയത് ആരാണെന്നുള്ള കാര്യം കൃത്യമായി ഇതുവരെ അറിഞ്ഞിട്ടില്ല. അത് ഇറാഖിൽ നിന്നാണ് ഈ ഡ്രോണുകൾ എത്തിയിട്ടുള്ളത്, അതായത് ഇറാന്റെ സപ്പോർട്ടുള്ള ഇറാഖിന്റെ ഭാഗത്തു നിന്നും. അതുകൊണ്ടാണ് ഇറാൻ തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്ന് സംശയിക്കപ്പെടുന്നത്. എന്നാൽ UAE പോലും വെറുതെ വിടാൻ തയ്യാറാകാത്ത ഇറാൻ ഇനിയൊരു യുദ്ധമുണ്ടായാൽ ഇസ്രായേലിനെ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യാൻ പോണത് എന്ന കാര്യത്തിൽ അറബ് സോഷ്യൽ മീഡിയകളിൽ വലിയ ചർച്ചകൾ സജീവമായിട്ട് നടക്കുകയാണ്. എന്തായാലും യുദ്ധം വീണ്ടും നിഴൽ പരത്തുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ പൊതുവെ ഒരു പരിഭ്രാന്തി ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തലിന്റെ കാലാവധി കഴിഞ്ഞതോടെ ഇനി ആർക്ക് വേണമെങ്കിലും വീണ്ടും യുദ്ധം ആരംഭിക്കാം എന്ന ഒരു സ്ഥിതിയാണ് മിഡിൽ ഈസ്റ്റിൽ ഉള്ളത്. അതിനി ആരാണ് ആദ്യം തുടങ്ങുക എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ വീണ്ടും ഇറാനിൽ ആക്രമണമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.